ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉറങ്ങി എണിച്ചുള്ളൂ, 6 മണിയായി. അപ്പോൾ ഇനി സ്കൂളുണ്ട് പിള്ളേർക്ക്. അപ്പോൾ സ്കൂളിലേക്ക് വിട്ടാക്കണം പിള്ളേരെ. ഞാൻ ഇന്നലെ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക. അപ്പോൾ ഫോണൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിള്ളേരൊന്നും എണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഉറങ്ങി എണിച്ചതും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫല്ല. അപ്പോൾ ഫസ്റ്റത്തെ ലുക്ക് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഉറങ്ങി എണിച്ചത്. എൻ്റെ ഫേസാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ അതിനൊക്കെ കാണിച്ചു തരാം. രണ്ടുപേരും ഓരോ സൈഡിലാണ് പോയി കിടന്ന് ഉറങ്ങുന്നത്. ബെഡിലൊക്കെ വിരിച്ചതൊക്കെ ഓരോ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലും മുക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർ അങ്ങോട്ടും കുഞ്ഞിനെ അങ്ങോട്ട് തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഉറങ്ങട്ടെ. അതിനേക്ക് ഒരു 6:45 വിളിക്കാം. നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തിലൊന്ന് തുറന്ന് കാണിച്ചു തരാം. തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല, ഒക്കെ പേടിക്കാനിടണം. ഇന്നലെ തിരുമ്പിയിട്ടതാണ്. മഴയും മഴക്കാറൊക്കെ. ഇവിടെയൊക്കെ ഗ്രില്ലൊക്കെ പൂട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, തുറന്നിട്ടില്ല. ഇതാണ് ആസാമിലെ ഒരു ദിവസമാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോണത് എൻ്റെ. അപ്പോൾ മുറ്റത്തൊന്നും അധികം ചപ്പൊന്നും ഉണ്ടില്ല, എന്നാലും അടിക്കണം. അപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി പിള്ളേരെ വിളിക്കുന്ന സമയത്ത്, അവർക്ക് പല്ല് തേക്കാൻ കൊടുക്കുന്ന സമയത്ത് ഒപ്പം വന്ന് അടിക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ ചെയ്യണ കാരണം ഓണമല്ലേ, അപ്പോൾ ഏട്ടനാണ് പൂവിടലും ഒക്കെ ചെയ്യൽ. ഏട്ടൻ അങ്ങനെയുള്ള പരിപാടിയൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ എന്നെ എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പാക്കൂട്ടനും ഏട്ടനെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട്. അവ എണിച്ചു. ഇനി ഒരാളും കൂടി എണിക്കാനുണ്ട്. ആളെ എണിച്ചിട്ടില്ല. അവിടുത്തെ ലൈറ്റൊക്കെ ഞാൻ ഓഫാക്കി ഇട്ടിരിക്കുകയാണ്. അടുക്കളയ്ക്ക് വന്നു. ഇനിയിപ്പോൾ കുക്കർ എടുക്കുക, ചോറ് വയ്ക്കുക. ഞാൻ വിചാരിച്ചു ആദ്യം ഫ്രഷ് ആവാൻ വിചാരിച്ചു. സമയം നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുക്കർ എടുത്ത് ചോറിന് അരി ഇട്ടിട്ട് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ അതാ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ സാധനം, ഈ നടുവത്തെ ഈ ബ്ലാക്കിൽ ഈ സാധനം, ഈ മൂടി പൊട്ടിപ്പോയിട്ട് ഏട്ടൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പം ഈ സാധനം ഇല്ലാത്ത കാരണം വിസിൽ വരുമ്പോൾ മൊത്തം എല്ലാവിടെയും തെറിച്ച് ചുമരൊക്കെ ഈ ചോറിൻ്റെ വറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ തുടച്ച് വൃത്തിയൊക്കെ ചെയ്യണം. ഭയങ്കര പാടായിരുന്നു. മൊത്തം ഈ ഗ്ലാസ്സിലേക്ക് വരെ തെറിച്ച് അവിടെ അങ്ങനെ കുത്തു പോലെ ചോറിൻ്റെ പാടായിരുന്നു. അപ്പം അത് ഏട്ടൻ അത് കണ്ടപ്പം എന്തായാലും അത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. സെറ്റായിട്ടുണ്ട്, അതിലേക്ക് പാകമായിട്ടുണ്ട്. വിസിലും വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഞാൻ ഫ്രഷായിട്ട് ഇതൊക്കെ ചെയ്യാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ സമയമില്ലാത്ത കാരണം ഞാൻ വേഗം ഇത് വെക്കില്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ആവിയൊക്കെ വന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് ഫ്രഷായിട്ട് വരാം. ഹലോ ഗേഴ്സ്, മുട്ടയൊക്കെ പൊട്ടി തവിട് പൊടിയായി ഗേഴ്സ്. അപ്പോൾ നമുക്ക് ചായ വെക്കാം. കുറേ നേരം കൊണ്ട് ഫ്രഷ് ആവണം, പല്ല് തേക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. നടക്കണേ ഇല്ല, വേഗം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മേടിച്ച പാൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കൂട്ടം അതൊന്ന് രാവിലെ വെച്ച് ചായ വെക്കാൻ പോകണം. ചോറായി. ഇപ്പോൾ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കണ്ടോ ബോട്ടിൽ വെള്ളമാണ് മേടിക്കണം കുടിക്കാൻ. 2 ബോട്ടിൽ, 1 ബോട്ടിൽ തീരാനായി.
നമ്മൾ ചെറുപ്പത്തൊക്കെ പറയാറുള്ളൂ ഭാവിയിൽ വെള്ളം വരെ ബോട്ടിൽ മേടിക്കേണ്ടി വരുമെന്ന്. പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ മിനറൽ വാട്ടറിൻ്റെ 1 ലിറ്ററിൻ്റെ ബോട്ടിലായിരുന്നു. പക്ഷെ ഇത്രയും വലിയ ബോട്ടിൽ നമുക്ക് വീട്ടാവശ്യത്തിന് മേടിക്കേണ്ടി വരുന്നു ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. എന്താ ഫിൽറ്റർ ഉണ്ട് ഒരെണ്ണം, അത് ഇലക്ട്രോണിക്കിൻ്റെ അല്ലാത്തത് കൊണ്ട് ഓരോ തുള്ളി ഒറ്റിയിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ എണീറ്റിട്ടുണ്ട്. പാൽ അവിടെ ഇരുന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ അവരിനെ ഒന്ന് കാണിച്ചു തരാം. ഒരാളുടെ അടുത്ത് പല്ല് തേക്കാൻ പറഞ്ഞിട്ട് ആൾ ഇവിടെ ഇരുന്ന് കുത്തുകയാണ്. സമയം 7 മണിയായി, 7:30 ഇറങ്ങണം. പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ടിരിക്കണം. മറ്റാളിനെ കാണാനില്ല. അതാ അവൻ പോയി. ഏട്ടൻ പൂവൊക്കെ ഇട്ടു കേട്ടാ. ഏട്ടൻ എണിച്ചപ്പോൾ ഓണമായി ഏട്ടന് ഭയങ്കര ഇൻട്രസ്റ്റാണ് പൂവൊക്കെ ഇടാൻ. ഞാനവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഏട്ടൻ ഇടും. ഇതാ ഒരാളതാ വണ്ടിയിൽ വന്നിരുന്നിട്ട് ഇതാ ബ്രഷ് വായിലും കൂടി ഇട്ടിട്ടില്ല, പേസ്റ്റ് അങ്ങനെ തന്നെ ഇതുണ്ട്. വേഗം ആവട്ടെ. ബ്രെഡൊക്കെ 2 പേർക്കും ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ന്യൂട്ടല്ലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇതാണ് അവർ 11-20 ആകുമ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് അധികം വിശക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കൊടുത്തു വിടുന്നത്. പിള്ളേർ ഏട്ടൻ്റെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്. അതാ ഏട്ടൻ ഫോൺ എടുക്കാൻ മറന്നു. പിള്ളേർ ഏട്ടൻ്റെ ഒപ്പം സ്കൂളിൽ പോവാണ്. ബൈ. ആൾക്കാരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ കൂടെ ഒരു അമ്മയൊക്കെ പോകുന്നുണ്ട്. അതിന് നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കും. നമുക്കറിയില്ലല്ലോ. എനിക്ക് ഇവിടുത്തെ ആൾക്കാരിനൊന്നും പരിചയമായിട്ടില്ല, ആവണേ ഉള്ളൂ. ഗേൾസ്, ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. പല്ല് തേച്ചു ഒന്ന് വന്നു. ഇതാ തലയിൽ എണ്ണ തേക്കുക. ഞാൻ കാച്ചിയ എണ്ണയാണിത്. അപ്പോൾ അതൊന്ന് പുറത്ത് പോയിട്ട് ഇവിടെയൊക്കെ നിന്ന് എൻ്റെ തല മുടി കൊഴിച്ചിലാണല്ലോ. മുടി കൊഴിച്ചിലൊന്നും പറഞ്ഞാൽ പണ്ടാരം മുടി കൊഴിച്ചിലാണ്. ഭയങ്കരമായിട്ട് കൊഴിയുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, കാച്ചിയ എണ്ണ ഒന്ന് തലയിലൊന്ന് തേച്ച് മുടി കൊഴിച്ചിൽ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കൺട്രോളായി കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഒന്ന് തലയിലൊന്ന് തേച്ച് വെച്ചിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ തലയിലൊക്കെ എണ്ണ തേക്കുകയാണ്. എണ്ണ തേച്ചിട്ട് നമുക്ക് എന്താ പറയുക, ചായ കുടിക്കുക. സമയം 8:30ആയി. അങ്ങോട്ട് തട്ടി നിന്നിട്ട് സമയം 8:30ആയി. എന്നും ഇതുപോലെയൊന്നും അല്ലാട്ടോ ഗൈസ്. എന്താ പറയുക, എന്നും സീനായിരിക്കും. ഇത്രയും സിമ്പിളായിട്ട് മൊബൈൽ തൊടാൻ പോലും പറ്റത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ അത്രയും തിരക്കായിരിക്കും. ഞാനും കൂടി റെഡിയായി അവരിനെ കൊണ്ടാക്കേണ്ടി വരും. ഇന്നിപ്പോൾ ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ കൊണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് ഏട്ടൻ പോണ വഴിക്ക് പിള്ളേരെയും കൊണ്ടാക്കിയിട്ട് ഏട്ടൻ പൊക്കോളും. അതുകൊണ്ട് എനിക്ക് ഇന്ന് ടെൻഷനില്ല. പക്ഷേ ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല. പിന്നെ ഇന്നലെ ഇച്ചിരി ഹോംവർക്കൊക്കെ കുറവായിരുന്നു. പെട്ടെന്ന് തന്നെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പിള്ളേരെയൊക്കെ ചോറൊക്കെ കൊടുത്ത് നേരത്തെ കാലത്തെ ഉറക്കി. അതുകൊണ്ട് വീട്ടിലെ അടുക്കളയിലെ പാത്രങ്ങളും ഒക്കെ വൃത്തിയാക്കി കഴുകി വെച്ചു. ഇപ്പം മിക്കവാറും ദിവസം അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഉറങ്ങുമ്പോൾ ലേറ്റാവും. അപ്പോൾ ലേറ്റ് ആയിക്കഴിഞ്ഞ് ഞാൻ എണിക്കാനും ലേറ്റാവും. അപ്പോൾ രാവിലെ എണിച്ച് ഒരു ഓട്ടം ആയിരിക്കും, ഒരു പടയോട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഓട്ടമായിരിക്കും. അപ്പോൾ ഇന്നലെ കറക്റ്റ് സമയത്തിന് തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നേരത്തെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഒരുപാടങ്ങ് നേരം വൈകി കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകാനൊന്നും നിൽക്കില്ല. കാരണം പിള്ളേർ ഉറങ്ങുമില്ല. നമ്മൾ പറയണം ഇടയ്ക്ക്, അല്ലെങ്കിൽ അടുത്ത് പോയിട്ട് ഇരുന്ന് അങ്ങനെയൊക്കെ വേണം അവർ ഉറങ്ങണമെങ്കിൽ. വലിയ പിള്ളേരൊക്കെ 6 വയസ്സും 4 വയസ്സൊക്കെ ആയി, എന്നാലും അവർക്ക് അങ്ങനെയാണ് ശീലം. അപ്പോൾ അത് കാരണം ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ ഞാൻ പാത്രമൊക്കെ അവിടെ തന്നെ വയ്ക്കും. ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇതാക്കിയിട്ട് ഒരു ഇതിൽ അങ്ങനെ വയ്ക്കും. എന്നിട്ട് പോയി പിള്ളേരെയൊക്കെ ഉറക്കും. എന്നിട്ട് വന്ന് കഴുകാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഉറക്കി ഞാനും ഉറങ്ങും, രാത്രിയല്ലേ. അപ്പം അത് കാരണം രാവിലെ നേരത്തെ എണീക്കേണ്ടി വരും. പിന്നെ ഒരു ഓട്ടം തന്നെയായിരിക്കും.
പിന്നെ പിന്നെ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ സഹായിക്കും കേട്ടോ. ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ എപ്പോഴും എന്തെങ്കിലും പിള്ളേരിനെ യൂണിഫോം ഇട്ട് കൊടുക്കാനാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ബ്രഷ് എടുത്ത് കൊടുക്കുക, പല്ല് തേപ്പിക്കുക, അവരിനെ എഴുന്നേൽപ്പിക്കുക, ടോയ്ലറ്റിക്ക് കൊണ്ടുപോവുക, അതൊക്കെ ചെയ്ത് കൊടുക്കാൻ സഹായിക്കും. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കില്ല ഏട്ടൻ. അപ്പോൾ ഏട്ടനില്ലാത്ത സമയത്ത് ഭയങ്കര ഓട്ടം തന്നെയായിരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ എണീറ്റു ഒന്ന് ഓണത്തിൻ്റെ ഒരു അത്തം മുതൽ 10 വരെ ഓണം എന്നല്ല. അപ്പോൾ ഞങ്ങളൊരു 10 ദിവസം പൂവൊക്കെ ഇടാൻ വിചാരിച്ചു. പൂക്കളൊന്നുമില്ല, ഈ കാണുന്ന നിത്യ കല്യാണിയും ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഏട്ടൻ ഞാൻ അവളെ കുക്കറിൽ അരിയിടണ നേരം കൊണ്ടും ഒക്കെ അവിടുത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നേരം കൊണ്ട് ഏട്ടൻ്റെ വന്ന് പൂവ് ഇട്ടു. അപ്പോഴേക്കും പിന്നെ പിള്ളേരിനെ എണീപ്പിച്ച് പിന്നെ അവരുടെ പല്ല് തേക്കാനൊക്കെ കൊടുത്ത് ഞാൻ അവരുടെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഏട്ടൻ അവർക്ക് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ഇതാണ്. അപ്പം ഒന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. സത്യം പറഞ്ഞാൽ എന്താ സീനായിരിക്കും. വലിയ സീനില്ലാത്തത് കൊണ്ടാണ് ഇന്ന് എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. സീനാണെങ്കിൽ എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിനേക്കാളും സീനാവും. അപ്പോൾ സീനില്ലാത്തത് കൊണ്ടാണ് ഇന്ന് എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് സിമ്പിൾ ലൈഫ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതല്ല. അപ്പം ഇന്ന് വലിയ സീനില്ലാത്തത് കൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ ഒരു തിരക്ക് തന്നെയായിരിക്കും. ചിലപ്പോൾ മുട്ടയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇന്ന് മുട്ട പുഴുങ്ങി അവർക്ക് അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പരിചയമൊന്നുമില്ല. അപ്പം എനിക്കറിയുന്നത് പോലെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലും തെറ്റോ കുറ്റോ കുറവോ സംസാരിക്കുന്നതിലോ വീഡിയോ എടുക്കുന്നതിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സാണെങ്കിലും കാണുന്ന ആരാണെങ്കിലും എല്ലാവരും ഫ്രണ്ട്സ് തന്നെ, കാണുന്നവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ബിഗിനർ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അത്ര പരിചയമില്ല. ചിലപ്പോൾ എടുത്തെടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ശീലമാകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമായിരിക്കും. എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ. നമ്മളൊരു കാര്യം കൂടുതൽ തവണ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായി വരുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ചായയൊക്കെ ആറി. അപ്പോൾ ചായ ആറിയത് കാരണം പാത്രമൊക്കെ കഴുകിയിട്ട് അതിൽ തന്നെ എന്താ പറയുക ചായ ഒന്ന് ചൂടാകട്ടെ. വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല. വീഡിയോയിലേക്ക് വരാൻ ഏട്ടനും ഭയങ്കര മടിയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ പണി ചെയ്യണം. അതുകൊണ്ടാണ് സീനില്ലാത്ത ദിവസം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു തരാൻ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴാണെങ്കിലും അവരിങ്ങനെ പുറകെ നടന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഏട്ടന് ഇങ്ങനെ എന്താ പറയുക വീഡിയോ ഒക്കെ എടുത്തോ പറയും, പക്ഷെ അപ്ലോഡ് ചെയ്യേണ്ട എൻ്റെ അങ്ങനെ പറയും. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഏട്ടനെ ബുദ്ധിമുട്ടിക്കുക. ഏട്ടന് ഇഷ്ടമല്ലാത്ത കാര്യം ഏട്ടനെ എന്താ പറയുക നിർബന്ധിക്കില്ല. അപ്പം ഞാൻ തന്നെ എന്താ പറയുക വീഡിയോ എടുക്കുക, ഞാൻ തന്നെ പണി ചെയ്യുന്നത് കാണിച്ചു തരിക, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് വലിയ ഇതില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് നിൽക്കണം കേട്ടോ. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇന്നലെ ഒരു ലോഡ് തിരുമ്പാനുണ്ടായിരുന്നു. ഇന്നലെ എത്ര 1.5 മണിക്കൂർ എടുത്ത് തിരുമ്പാൻ. നമ്മുടെ നാടത്തെ പോലെ അലക്കുകലൊന്നുമില്ല, ബാത്റൂമിനകത്താണ് തിരുമ്പുന്നത്. ബ്രഷ് ഇട്ട് കൈ കൊണ്ട് എത്ര നേരം ഉരയ്ക്കണം, അഴുക്കൊക്കെ വൃത്തിയാവണ്ടേ. അപ്പം അത് കാരണം ഇതൊക്കെ അഴുക്കുള്ളതൊക്കെ പിള്ളേരല്ലേ, അവർ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ യൂണിഫോമിലാവും. പിന്നെ പുറത്തൊക്കെ കളിക്കുമ്പോൾ അവിടുത്തെ ചളി വീട്ടിലിടുന്ന ഡ്രസ്സിലൊക്കെ ആവും. ഏട്ടൻ്റെ ഡ്യൂട്ടി ഡ്രസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡ്യൂട്ടി ഡ്രസ്സിലൊക്കെ ഫുള്ള് ഓയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവും, എന്താണെന്നറിയില്ല.
അപ്പം എന്താ പറയുക അതുണ്ടാവും. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ കൈ കൊണ്ട് ബ്രഷും കൊണ്ട് ഉരച്ച് വൃത്തിയാക്കുമ്പോഴേക്കും ഈ ഒരു കൈയാണ് എനിക്ക് വലത് കൈയാണ് എനിക്ക് നല്ല വയം. അപ്പോൾ അതുകൊണ്ട് ഉരച്ച് എൻ്റെ കൈയൊക്കെ കഴയ്ക്കും. അങ്ങനെ തിരുമ്പിയെടുത്ത് വരുമ്പോഴത്തേക്കും 1.5 മണിക്കൂറാവും. അപ്പോൾ ഭയങ്കര സീനായിരുന്നു അത്. അപ്പോൾ ചായ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ബ്രെഡൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ചോറുണ്ണാൻ മുട്ടയാണ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അതുതന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചായ ഞാൻ എപ്പോഴും കുടിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും. അപ്പോൾ ഇതുപോലെ പിള്ളേർക്കൊക്കെ വെച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് കുടിക്കും. പാലായതുകൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ടയൊക്കെ കഴിക്കണം നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടു. PCOD ഉള്ളവർക്കൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ എന്തായാലും എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എനർജി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ട, ചായ, ബ്രെഡ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ് നോക്ക് ഗൈസ്, ആരിൻ്റെയൊക്കെയോ മാടും നമ്മുടെ ഉമ്മർത്ത് വന്ന് മേയാണ്. അപ്പോൾ ഈ ചെടികളിനെയൊക്കെ തിന്നുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഇന്നാൾ എന്താ പറയുക, ആടും മാടും ഒക്കെ കൂടി കയറി വന്ന് എനിക്ക് ആട്ടി വിടാൻ പേടിച്ചിട്ട് ഞാനും അത് തന്നെ നിന്നു. എന്നിട്ട് എൻ്റെ തുളസിയൊക്കെ തിന്നിട്ട് പോയി ഗൈസ്. എൻ്റെ തുളസി നന്നായിട്ട് തളിർത്ത് നന്നായി വന്നതായിരുന്നു. അതൊക്കെ തിന്നിട്ട് പോയി. കണ്ട മുകളിൽ കുറ്റി പോലെ. പക്ഷെ ഞാൻ അതിനെയൊക്കെ ഒന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ നുള്ളി, ആടും മാടും കടിച്ചത് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങിപ്പോവും. അപ്പോൾ ഞാൻ എൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ എൻ്റെ കൈ കൊണ്ട് തന്നെ നുള്ളി കളഞ്ഞു. അപ്പോൾ അത് പുതുതായിട്ട് തളിർത്ത് വരുന്ന ഒരു 4 ദിവസം ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും പുതിയതൊക്കെ തളിർത്തു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിനാട്ടി വിടാൻ നോക്കട്ടേട്ടാ. ഇന്നാൾ വന്ന പശു ആട്ടി വിട്ടാലും പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ പേടിച്ച് അകത്ത് തന്നെ നിന്നു, മുകളിൽ തന്നെ നിന്നു. അതിങ്ങനെ നമ്മളെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു പേടി. ഇപ്പോൾ ഇതാകുമ്പോൾ ഷൂ പറയുമ്പോഴേക്കും പോയത്. പുറകിൽ നല്ല പറമ്പാണ്. അപ്പോൾ അത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ പുറകിൽ നല്ല പരുവ പറഞ്ഞാൽ മുളം കൂട്ടുമാണ്. അപ്പോൾ അതിനിടയ്ക്ക് കൂടി ഇതൊക്കെയോ അവർ ഇതിനകത്തോട്ട് കയറുന്നുണ്ട്. ഗേറ്റ് അടച്ചിടുന്ന കാരണം ഗേറ്റിൽ കൂടെ കയറില്ല. ഗേറ്റ് അടച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ പുറകിൽ ഏതിയോ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അതേ കൂടി ആയിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് പുല്ല് തിന്നണോണ്ട് കുഴപ്പമില്ല, വൃത്തിയായി കിട്ടും. അവർക്കും വയറ് നിറയും. എന്താണ്, പശുവിൻ്റെ വിശപ്പും മാറും, കാക്കയുടെ വിശപ്പും മാറും, പശുവിൻ്റെ കടിയും മാറും പറഞ്ഞ പോലെ. എന്താ പറയുക, ഇവിടെയൊക്കെ വൃത്തിയാവുകയും ചെയ്യും, പശുവിന് വിശപ്പും മാറും. അതുകൊണ്ട് ഞാൻ ഉമ്മറത്തേക്ക് വന്നാൽ മാത്രം ആട്ടി വിടുള്ളൂ. പക്ഷെ ചിലത് പോവില്ല. ഇതൊക്കെ ഇവിടെ നല്ല ഭംഗിയുള്ള ചെടികളാണ്. അപ്പോൾ അവർ വെള്ളമൊക്കെ ഒഴിച്ച് കളയാണ്ട് നിർത്തിയിരിക്കുകയാണ്. എപ്പോഴും അവർ ഇവിടെ നമ്മൾ താമസിക്കാൻ വരുന്നതിന് മുമ്പാണെങ്കിലും അവരെപ്പോഴും വന്ന് നനയ്ക്കലും കെയർ ചെയ്യലൊക്കെ ഉണ്ട്. അപ്പം നമ്മളുള്ളത് കാരണം അവർ വരാറില്ല. അപ്പം ഇങ്ങോട്ട് നമ്മളൊക്കെ നനയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ നനയ്ക്കലൊക്കെ ഉണ്ട്. പക്ഷെ അത് അവർ നമ്മളുണ്ടെന്നും വിചാരിച്ചിട്ട് വരാതിരിക്കുമ്പോൾ നമ്മൾ വേണമല്ലോ ശ്രദ്ധിക്കാൻ. ഇതൊക്കെ നമ്മുടെ ഉമ്മറമല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ചെടികളൊക്കെ പശുവൊക്കെ തിന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇവർ ശ്രദ്ധിക്കാണ്ടാണ് എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ പിന്നെ വീട് എങ്ങനെ ഇവരുടെ അടുത്ത് കൊടുക്കുക, വീട് എങ്ങനെ ഇവർ നോക്കുക എന്നൊക്കെ അങ്ങനെ വിചാരിക്കില്ല. അപ്പോൾ പുറമേ ഉള്ളതാണെങ്കിലും അകമേ ഉള്ളതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ആകുന്ന പോലെയൊക്കെ ശ്രദ്ധിക്കണം. എനിക്ക് പശുവിനെയും മാടിനെയൊക്കെ പേടിയാണ്. എന്നാലും ഞാൻ മാക്സിമം ആട്ടി വിട്ട് ഇതൊന്നും കടിക്കാനൊന്നും അയക്കില്ല. അപ്പോൾ ഗൈസ്, തുണിയൊക്കെ വടിക്കാനിട്ടിട്ടുണ്ട്. കുറച്ച് തുണികളേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. രാത്രിയൊക്കെ കാറ്റത്തൊക്കെ കിടന്ന് ഉണങ്ങി. അപ്പോൾ ഉണങ്ങാത്തത് മാത്രമാണ് അവിടെ ഇട്ടിരിക്കുന്നത്. കുറച്ച് നനവുള്ളതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഗൈസ് ഞാനപ്പോൾ ഓമക്കായി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? നമുക്കിത് ഉപ്പേരി വയ്ക്കാനുള്ള പരിപാടി നോക്കാം. കഴിഞ്ഞിട്ടില്ല.
ഗൈസ്, അപ്പം നമുക്ക് ഓമക്കായിൽ ഇടാൻ വേണ്ടിയിട്ട് കറിവേപ്പില പറിക്കാൻ പോകും. അപ്പം ഞാൻ തലയിൽ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്നാണ് കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ മരം തന്നെയുണ്ട് ഇവിടെ. ആര്യവേപ്പിൻ്റെ ഇലയുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞിട്ട് കയ്യുണ്ണി, ഇവിടെയൊക്കെ നിറയെ കയ്യുണ്ണി നിൽപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ കയ്യുണ്ണീൻ്റെ ഫ്ലവറൊക്കെ. അപ്പോൾ എല്ലാം ഈ പറമ്പിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓയിലിന് മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കറിവേപ്പില പറിക്കണം. തലയിൽ തേക്കാനുള്ള എണ്ണയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. എവിടെയും സാധനങ്ങൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഞാനത് ചെറിയ 2 കറിവേപ്പിലയിട്ട് പറിച്ചത്. ഫോണ് കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് പറിക്കാൻ പറ്റിയില്ല. അതാണ്. ഇത് മതിയല്ലോ നമുക്ക് ഒരു ഉപ്പേരി വെക്കാൻ. അതാണ്. ക്യാമറ ഇടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയില്ല ഓഫ് ആവുന്നത്. ഇനിയിപ്പോൾ ഫോണിൽ എന്തെങ്കിലും ടച്ചായിട്ട് ഇരിക്കുന്നുണ്ടോ എന്തോ അറിയില്ല. അപ്പോൾ ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ പപ്പായയൊക്കെ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല. കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടണം എന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിലും ഇങ്ങനെ പാചകം ചെയ്യുന്നതിലോ ഭക്ഷണം വയ്ക്കുന്നതിലൊന്നും അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് എനിക്കത് ഇടാനൊരു മടി. പിന്നെ സാധാരണ നമ്മളൊക്കെ വെക്കുന്നത് പോലെ തന്നെ സാധാരണ ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നു, കടുക് ഇടുന്നു, അങ്ങനെയുള്ള സംഭവമൊക്കെ അല്ലേ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുമ്പോഴാണല്ലോ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഈ ഉപ്പേരി വെക്കൽ, അതൊക്കെ ഉപ്പേരി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉപ്പേരി എന്ന് പറയാം. എന്താ പറയുക, ചിലവർ തോരൻ വെക്കുക, മെഴുക്കുവരട്ടി വെക്കുക എന്നൊക്കെ പറയും. അപ്പം അതിനൊക്കെ അതൊക്കെ എങ്ങനെയാണെന്ന് സാധാരണ ഞാൻ ഉപ്പേരി വെക്കുകയെന്ന് പറയാം. അത് ഇപ്പം മെഴുക്കുവരട്ടി പറയുന്നതും ഇതിന് തന്നെയാണോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഉപ്പേരി വയ്ക്കുക, തോരൻ വയ്ക്കുക എന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മെയിനായിട്ട് ഉപ്പേരി എന്നാണ് പറയാം. അപ്പം നമുക്കത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓമക്കായി കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എന്താ പറയുക, പിന്നെ അടിയിൽ കൂടെ വെള്ളം കുറച്ച് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കടുകിട്ട് ഞാൻ എങ്ങനെ വെക്കുക, ആദ്യം കടുകിടും, കുറച്ച് കടുക്, അത് പൊട്ടിയിട്ട് കറിവേപ്പില അപ്പം തന്നെ ഇടില്ല. അപ്പം പൊട്ടിട്ട് അടിച്ചാലോ എന്ന് പേടിച്ചിട്ട് കറിവേപ്പില കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിവേപ്പില കഴുകി കൊണ്ടുവച്ചു. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് സവോള അരിഞ്ഞ് വെച്ചതുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. സവോള ഇടും. എനിക്ക് പേടിയുണ്ട്. എണ്ണയിൽ ഇട്ടിട്ട് ഞാൻ അങ്ങനെ കുറച്ച് മാറി വെച്ചു, അല്ലെങ്കിൽ നേരത്തെ തെറിച്ചാലും. കുറേ പ്രാവശ്യം തെറിച്ചിട്ടുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ തെറിക്കാറുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴേക്ക് വെളുത്തുള്ളി, ഞാൻ ഓമക്കായ ഉപ്പേരി വയ്ക്കുമ്പോൾ 2-3 വെളുത്തുള്ളി ചെറുത് ചതച്ചിടും കേട്ടോ, ഒരു ടേസ്റ്റിന്. വെളുത്തുള്ളി നമ്മുടെ വയറിനൊക്കെ നല്ലതാണല്ലോ, അത് കാരണം വെളുത്തുള്ളി ഇടും. പിന്നെ മുളക്, ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക്. അപ്പം അത് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇപ്പോഴാണ് കറിവേപ്പില ഇടുന്നത് കേട്ടോ. ഫസ്റ്റിന് ഇടണമെന്നാണ് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. അത് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് കാണിച്ചു തരാം. ചെറുതായിട്ട് മുറിച്ചിട്ട് ചിലർ ഇതിനകത്ത് തേങ്ങയൊക്കെ ഇട്ട് വെക്കും, നല്ല ചെറുതായിട്ടൊക്കെ മുറിച്ച്. അപ്പം അതിനൊന്നും എനിക്ക് സമയമില്ല. ഫോണ് പിടിച്ച് നിൽക്കണ കാരണം സമയം ഏതിയ പോകണമെന്ന്, അല്ലെങ്കിൽ അപ്പോഴേ തീരേണ്ട പണിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം എനിക്കൊരു വഴിയില്ല ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ ഓമക്കായ ഉപ്പേരിയാണ്.
ഞാൻ എന്തെങ്കിലും ഓമക്കായ ഉപ്പേരിയോ അല്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോൾ 2 തരി ജീരകം ഇട്ട് അതിൻ്റെ രസം നല്ല രസമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ചിലർക്ക് ഈ ഉപ്പേരികളിലും കറികളിലൊന്നും ജീരകം ഇടുന്നത് ഇഷ്ടമല്ല, എനിക്ക് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ജീരകം നല്ലതുമാണല്ലോ, അപ്പോൾ ഞാനൊന്ന് വെറുതെ ഇടും. അത് അരയ്ക്ക് ഇട്ട് കഴിച്ചിട്ട് അങ്ങനെ ആദ്യത്തെ പ്രാവശ്യമൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങനെ നമ്മളൊക്കെ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വെറുതെ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ടേസ്റ്റ് തോന്നിപ്പോയി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് ഇടാറുണ്ട്. ചിലപ്പോൾ ഓർമ്മ വരികയാണെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് എൻ്റെ ഓമക്കായ ഉപ്പേരി. അപ്പോൾ ഒത്തിരി ഒരു തരിക്ക് വെള്ളം ഒഴിച്ചിട്ട്, ഉപ്പേരികളിൽ സാധാരണ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഓമക്കായ ആയതുകൊണ്ട് ഇത്തിരി ഒരു വെള്ളം, ഒരു പൊട്ട് വെള്ളം. പറയും പോലെ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ ഉപ്പ് ഇടാം. അപ്പോൾ ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച്, എന്നിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാം കേട്ടോ. വേവണതിൻ്റെ ഒന്നുകൂടി ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് വേവുമ്പോഴേക്കും നമുക്ക് അവിടേക്ക് ഒന്ന് ഒതുക്കണം. ഞാനിപ്പോൾ അതൊക്കെ ഒതുക്കി, അതൊന്നും കാണിക്കണില്ല. ക്യാമറയാണെങ്കിൽ കുഴപ്പമില്ല, ഫോണായതുകൊണ്ട് എനിക്കൊരു പേടി. ഗ്യാസിൻ്റെ അടുത്തുനിന്ന് ഫോൺ കൊണ്ടുവന്ന് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ ചൂട് കൂടി മറ്റേ ഫോണും മറ്റേ പൊട്ടിത്തെറിക്കൂ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ. എൻ്റെ സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ മാക്സിമം സൗണ്ടിലാണ്, മൈക്കോ അങ്ങനെയുള്ളതൊന്നും ഇല്ല, അത് തന്നെ ഈ ഫോണിൻ്റെ സൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഞാനിതാ പിന്നെ ബദാം വെള്ളത്തിട്ടിട്ടുണ്ട്. അത് പിള്ളേർക്ക് വൈകുന്നേരം പാല് പഠിക്കാൻ പോലെ, അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ബദാമും പാലും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. ഒരു പഴമൊക്കെ ഇട്ടിട്ട് ഒരു ഷേക്ക് പോലെ ആക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ആക്കി കൊടുത്തപ്പോൾ അവർ കഴിച്ചു. അപ്പോൾ ഇന്ന് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കഴിക്കുമോ നോക്കാം നമുക്ക്. സമയം 10 മണിയായി. ഇനിയിപ്പോൾ മെല്ലെ ഫോണും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ടൈമൊക്കെ പോകും. ഇതാ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. വേണ്ട, ഒന്ന് വൃത്തിയാക്കി അടിച്ച് തുടച്ച് കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയമാവും. അപ്പോൾ ഞാനത് പോകുമ്പോൾ പിന്നെ കാണിക്കും. ഞാൻ കുട്ടീനെ വിളിക്കാൻ പോകാൻ സമയം വൈകി, ഫോണാണെന്നുള്ള കയ്യിലിരിക്കുന്നത്, അതുകൊണ്ട് ഫോണ് നമുക്ക് ഇരുന്ന നേരം വൈകി. ഞാനിപ്പോൾ നിർത്തി കൂട്ടിയിട്ട് ഓടുകയാണ്. റെഡിയായി, പണിയൊക്കെ ഒരുങ്ങി, തുടക്കൽ മാത്രം നടന്നില്ല. ഫോൺ നോക്കിയിട്ട് അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ഡിലീറ്റ് ആക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിലീറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു. പിന്നെ അവൻ്റെ ടീച്ചർക്ക് മെസ്സേജ് അയക്കേണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോൺ കുറച്ച് നേരം നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അടിച്ച് വരുമ്പോഴേക്കും സമയം കഴിഞ്ഞു. ഞാനപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടീൻ്റെ വലിയച്ഛൻ ഇവിടെ വീട് വരെ കൊണ്ടാക്കി, ആളെന്നിട്ട് തിരിച്ചു പോയി, കയറിയില്ല. അപ്പോൾ ഞങ്ങൾ വന്നതും പാല് പൊടിക്കാൻ പോയി. പാല് പൊടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ വീടും ഇവിടുത്തെ പരിസരമൊക്കെ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് നല്ല വെയിലും, ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതാ കുട്ടിക്ക് യൂണിഫോം അയച്ചു പോലും കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നിട്ട് വേഗം പറഞ്ഞ് ഇതാക്കുകയാണ്. ഇതാ അതെ, ഇത് ചെറിയ കുട്ടിയാണ് കേട്ടോ, നിവേഹ്. ഞാൻ നിവേഹാണ്. അപ്പം ഇനിയിപ്പോൾ ഹേവിക്കുട്ടനും കൂടി വരും. ഇനിയിപ്പോൾ ഞാൻ തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇരിക്കുമ്പോഴേക്കും അവനെ കൊണ്ടുവരും, ഏട്ടൻ കൊണ്ടുവരും. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവനും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഗേറ്റ്സ്. അപ്പം ഞങ്ങൾ പാല് മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ പാല് മേടിക്കാൻ പോയപ്പോൾ അവർ പേരയ്ക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, കൊയ്യാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അവന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ പാല് കാച്ചാൻ പോവാണ്.
പാല് കാച്ചി അങ്ങോട്ട് വെച്ച്. അവർ നേരം വൈകുകയും രാവിലെ എപ്പോഴും പോകുന്നതാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് പോകാനേ പറ്റണില്ല. നേരം ഓട്ടോമാറ്റിക്കലി വൈകുക. ഈ ഫോണിൽ തോണ്ടി ഇരുന്നിട്ടാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഫോണിൽ തോണ്ടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. എവിടെ പോകാനാണെങ്കിലും അവിടെ ലേറ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫോണിൽ പറഞ്ഞാൽ വീഡിയോ എടുക്കണ കാരണം കുറേ അങ്ങോട്ട് പിടിച്ച് എനിക്ക് എങ്ങനെ പിടിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പിടിച്ച് നിന്നും വീഡിയോ എടുത്തൊക്കെ ലേറ്റ് ആവുകയാണ്. പിന്നെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ എടുക്കുന്ന വീഡിയോയിൽ. അപ്പോൾ ഞാനിത് പാല് കാച്ചാൻ പോകണം. പാല് ഗ്യാസ് ഓണാക്കിയിട്ടില്ല, ഗ്യാസ് അടിയിൽ ഓഫാക്കി വെച്ചിട്ട് പോയതായിരുന്നു. പാല് ഞാനിതാ അപ്പോൾ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാല് തിളച്ച് പൊന്തി ഇങ്ങനെ വരുന്നത്. കുറച്ച് ഓഫാക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കേണ്ടി വരും. പണി ചെയ്യാനാണ് വയ്യാത്തത്. പണി ചെയ്യാൻ കുറച്ച് വയ്യായികയല്ല, സ്ലോ ആണ്. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എന്താ പറയുക, ഒരു ടൈമിങ്ങിന് സമയത്തിന് എന്താ പറയുക പണി ചെയ്ത് എടുക്കാൻ. എനിക്ക് BP പ്രോബ്ലം ഉള്ളത് കാരണം, ലോ BP പ്രോബ്ലം ഉള്ളത് കാരണം, PCOD ഒക്കെ ഉള്ള കാരണം BP പ്രോബ്ലം വന്നുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് എനിക്ക് തല കറങ്ങണ പോലെ തോന്നും. അപ്പോൾ എനിക്കെന്തോ ഒരു ക്ഷീണം പോലെ തോന്നും. ഒന്നും നമുക്ക് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എന്താ പറയുക നമുക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല. സ്പീഡിൽ ജോലി ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ അത് കാരണം ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ നേരത്തെ കൂട്ടി ചെയ്ത് വെക്കും. അപ്പം പിന്നെ വേഗം ഒരു വിധം ആ സമയത്തൊക്കെ എത്താൻ പറ്റും. ഇന്ന് ഇതാ പൗക്കുട്ടൻ വന്നു. അപ്പോൾ ഗൈസ് ഇന്ന് വേറെ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഓമക്കായ ഉപ്പേരി കൂട്ടി കുട്ടികൾ ചോറിനാണ്. ഞാനും ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണ്ണുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോറിന് കേട്ടാ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഒരു 3 മണിയാകുമ്പോൾ തിരുമ്പാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിള്ളേരിവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ TV കണ്ടുകൊണ്ട് ഉറങ്ങും. ഞാനപ്പോൾ കിടന്ന് ഉറങ്ങട്ടേട്ടാ. ആക്ച്വലി ഗൈസ് ഞാൻ രാവിലെ തിരുമ്പിയ തുണികളൊക്കെ എടുത്തിട്ട് വരികയാണ്. ഇടയ്ക്ക് എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിള്ളേർ നിലവിളി കൂട്ടിയിട്ട് അവരെ ചീത്ത പറഞ്ഞ് അവരെ ഉറക്കി എൻ്റെ ഉറക്കം പോയി. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ തിരുമ്പാനുള്ള വഴി നോക്കുകയാണ്. ഇപ്പോൾ തിരുമ്പിയ തുണി എടുത്തിട്ട് വന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ മടക്കണില്ല. അതൊക്കെ തിരുമ്പിക്കഴിഞ്ഞ് വന്ന് സാവധാനത്തിലിരിക്കുമ്പോൾ ഒന്ന് മടക്കി വയ്ക്കാൻ വിചാരിച്ചിട്ടാണ്. കുഞ്ഞിൻ്റെ സോക്സ് കാണുന്നില്ല ഗൈസ്, കുഞ്ഞിൻ്റെ സോക്സ് കാണുന്നില്ല. ഞാൻ ആകെ നേരത്തെ കുളിച്ചിട്ട് നിൽക്കണം. അപ്പോൾ ഒന്ന് തിരുമ്പി കഴിഞ്ഞിട്ട് വേണം ഒന്ന്. അപ്പോൾ ഗൈസ് ഞാനിവിടെ തിരുമ്പി കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുമ്പി പിള്ളേരുടെ യൂണിഫോമോ ഒക്കെ തിരുമ്പി കഴിഞ്ഞു. അതായത് അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമല്ലോ, അതുകൊണ്ട് ഫോണം ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് വെച്ചിട്ട് തുണി മേടിക്കാൻ വിടാൻ പോകണം. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ പെയ്യട്ടെ, പെയ്യുമ്പോൾ എടുത്തിട്ട് അതുവരെ വെള്ളം തോർന്ന് കിട്ടുമല്ലോ. വെയിലടിച്ച സമയത്ത് ഉറങ്ങി മറ്റേ ഒരു എന്താ പറയുക സാഹചര്യമുണ്ടല്ലോ, എന്താണ് മഴ പെയ്യുമ്പോൾ മണ്ണാത്തി തുണി തിരുമ്പും, വെയിലടിക്കുമ്പോൾ മണ്ണാത്തി ചക്കക്കുരു ചുട്ടത് കഴിക്കും പറഞ്ഞ പോലെ എൻ്റെ പണി. അത് അത്രയും വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നപ്പോഴത്തേക്കും ടയേർഡായി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ റെഡിയായി. അപ്പോൾ ഇത്തിരി റെസ്റ്റ് എടുത്തു. കുറേ നേരം
റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല, ഉറക്കമൊന്നും വന്നില്ല, വെറുതെ ഒന്ന് കിടന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് തുണികളൊക്കെ പിടിക്കാനിട്ടു, ഇതാ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡെറ്റോൾ വെള്ളം കളഞ്ഞിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ എണിച്ചു, ഇതാ നടക്കണു. ഇതാ ഒരാൾ വരുന്നുണ്ട്, ട്രൗസർ ഇട്ടിട്ടില്ല. എന്താ ഉണ്ണി എന്നാ ട്രൗസർ ഇട്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. വിളക്ക് വെച്ചു, ഇതാ തുളസി തറയിൽ കുന്തിരിക്കൊക്കെയാണ് കേട്ടോ പോയിക്കണത്. കുന്തിരിക്കും സാമ്പ്രാണിയും കൂടെ മിക്സാക്കിയിട്ട് പുകയിട്ടിരിക്കുകയാണ്. പഠിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ ഉമ്മറത്ത് ഒരു ചെറിയൊരു വിളക്ക് വെച്ചിട്ടുണ്ട്. എന്താ കുട്ടികൾ കണ്ടില്ലേ, പറഞ്ഞാൽ കേൾക്കണ്ട, അതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം ഒരു പുകമയും ഉണ്ട്, പക്ഷേ ഇതിൽ ഫോണിൽ കാണില്ല. അപ്പോൾ അത് പുകയിട്ടതിൻ്റെയാണ്. അപ്പോൾ ഇതാ വിളക്ക് വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വലിയ തിരക്കില്ലാത്ത ദിവസമാണ്. തിരക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നല്ല ഒരു വലിയൊരു ഇതില്ലാത്ത തിരക്കുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അല്ലെങ്കിൽ എന്നും പണി ഒരുങ്ങാത്തതിൻ്റെയും ഉണ്ണിയൊന്ന് വിളിക്കാൻ പോകുന്നതിൻ്റെയും ഒക്കെ എല്ലാം കൂടി ഒരുമാതിരി തിരക്ക് കൊടുത്ത് വിളിച്ചായിരുന്നു. പക്ഷെ ഇന്ന് ചെയ്തത് വലിയ തിരക്കില്ലാണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്, ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു, എല്ലാ പണിയും ഒരുങ്ങി, ഇന്നത്തെ പണിയെല്ലാം ഫിനിഷായി. അപ്പോൾ കറി എന്തായാലും ഞങ്ങൾക്ക് തികയില്ല, അപ്പോൾ അതെന്തായാലും ഒന്ന് വെക്കണം, എന്തെങ്കിലും ഒന്ന് വെക്കണം. അപ്പോൾ അത് വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ പോലെ തന്നെ പിള്ളേരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി. കറിയൊന്നും മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഓമക്കായ ഉപ്പേരി ആയതുകൊണ്ട് തികയൊന്നുമില്ല. രാവിലെ ഉച്ചയ്ക്കൊക്കെ എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിലും ഇഷ്ടപ്പെട്ടതിലൊക്കെ ഞാൻ താങ്ക്സ് പറയണം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.